ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ റിയാക്ട് ചെയ്യാനായിട്ട് കുറച്ച് കൂടുതൽ ലേറ്റായി തോന്നുന്നു. സമയം കിട്ടിയില്ല. എപ്പോഴാണ് എടുക്കാൻ സമയം കിട്ടിയത്? വളരെ എക്സൈറ്റഡ് ആണ്. അയ്യോ, കുറെ റൂമേഴ്സ്, ലീക്ക് പരിപാടിയൊക്കെ കണ്ട് മടുത്ത് ഇനി പടം കാണണം. കുറെ പരിപാടികളൊക്കെ ഉണ്ട്, കുറെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നീട് ഇനി എക്സൈറ്റഡ് ആയിട്ടുള്ള ഇതും പിന്നെ ഡൂംസ് ഡേയും. എനിക്കൊണ്ട് ലാസ്റ്റ് കംബാക്ക് അടിച്ചത് മാർവല് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ അതിനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി കംബാക്ക് അടിക്കാൻ പോണ മിക്കവാറും ഈ പടമായിരിക്കും. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഈ പടത്തിൽ. എന്തായാലും കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ് നമുക്ക് ട്രെയിലർ കാണാം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടാ. ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നാ ഇപ്പൊ ഇതിന്റെ ഓരോ കാര്യങ്ങളാണ് എടുത്തിരുന്നത്. അതുകൊണ്ട് ഇൻസ്റ്റയിൽ നിന്ന് ഞാൻ വലുതായിട്ട് എടുത്തില്ല. സോ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. ഏതോ ബട്ടനൊക്കെ വന്ന് വീണ്. സ്കോർപിയോൺ. സ്പൈഡർമാന്റെ മൈൻഡ് മൊത്തവും. സ്പൈഡർമാൻ എന്തോ കാര്യമായിട്ട് പറ്റുന്നുണ്ട്. എടേ MJ, ഓർഗാനിക് വെബ്, ഹൽക്ക്, ബ്രൂസ് ബാനർ. പേടിപ്പിച്ച് പയ്യനെ. ബ്രൂസ് ബാനറിന്റെ സ്റ്റുഡന്റ് ആണ് കേട്ടോ. പണിഷർ. അതാരും സെഡ് ആരോ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓ ബ്രോ, രോമാഞ്ചടിച്ച് ഹൽക്ക്. പണിഷർ. എന്താ Just give me a second. I'm not in high school anymore. You stretch, you big stretcher. നടുവേനൊക്കെ തുടങ്ങി കേട്ടോ സ്പൈഡർമാനി. You ready? എന്തൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടപ്പോ. രോമാഞ്ചം. ഹൽക്കിന്റെ സാധനം വന്നപ്പോ സാവേജ് ഹൽക്ക് ഉണ്ട്. നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഹൽക്ക് വന്നിരിക്കുന്നു. നല്ല പവർഫുൾ ഹൽക്കാണ്. മറ്റേ ഞാൻ പറയാ റാഗ്നറോർക്കൊന്നുമില്ല, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അവഞ്ചേഴ്സ് ആ ഒരു രീതിക്കുള്ള ഹൽക്കാണ് ഇപ്പൊ വീണ്ടും വന്നിരിക്കുന്നത്. സ്മാർട്ട് ഹൽക്കായിരുന്നു മറ്റേ എൻഡ് ഗെയിമിന് ശേഷം ഉണ്ടായിരുന്നത്, അല്ല ഇൻഫിനിറ്റി വാറിന് ശേഷം ഉണ്ടായിരുന്നു. പക്ഷെ അത് കൊള്ളൂല്ലേ, സൈസൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞ് പവർഫുൾ ആയിട്ടൊന്ന് ഫീൽ ചെയ്യുന്നത്. ഇത് മറ്റേ സ്മാഷ് ഒക്കെ ഉണ്ട്, മറ്റേ ഇൻക്രെഡിബിൾ ഹൽക്കിനൊക്കെ ഉള്ള. എന്തായാലും സാവേജ് ഹൽക്കും സ്പൈഡർമാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നമുക്കിതിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ കിട്ടുന്നതായിരിക്കും കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പണിഷർ. ഡെയർ ഡെവിൽ ഉണ്ടോന്നൊരു ഡൗട്ടുണ്ട്. ഡെയർ ഡെവിൽ ഉണ്ടെന്നൊക്കെ ഉള്ള റൂമറുണ്ട്. മിക്കവാറും കാണും. കാരണം മറ്റേ ജയിലിലെ സീക്വൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ല.
മേ ബി ഡെയർ ഡെവിൽ കാണാം. പിന്നെ മറ്റേ നിഞ്ച പോലത്തെ സംഭവമുണ്ട്. അതൊക്കെ എനിക്ക് കുറെ കോമിക് മറ്റേ ഹാൻഡ് ടു ഹാൻഡ് ആക്ഷൻ ഒക്കെയാണ്. മറ്റേ റോപ്പും പരിപാടിയൊക്കെ വെച്ചാണ് കൂടുതൽ ചെയ്തേക്കുന്നത്. ഓ കറണ്ട് പോയി. റോപ്പും ലൈറ്റ് കുറവായിരിക്കും കേട്ടോ, കറണ്ട് പോയി. റോപ്പും പരിപാടിയൊക്കെ വെച്ചിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ ഫൈറ്റിങ്ങിൽ വിഷ്വൽ മറ്റേ VFX ഒക്കെ കാണും, എന്തായാലും കാണും. ബട്ട് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സ്പൈഡർമാൻ മൂവി വെച്ച് കുറവാണെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും വിഷ്വൽ അറിയാം, BGM പിന്നീട് മറ്റേ ഒരു ഹുഡിയൊക്കെ കിട്ടിയ ഒരു ക്യാരക്ടർ ഉണ്ടല്ലേ, ഫേസ് ഒന്നും കാണിച്ചില്ലേ, അത് സെയ്ഡി സിംഗ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അങ്ങനത്തെ റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഏത് ക്യാരക്ടർ എന്ന് എനിക്ക് അറിഞ്ഞോട്ടെ. ഇനി ഇതിന് മറ്റേ സ്പൈഡർമാൻ മ്യൂട്ടേഷൻ വല്ല സംഭവിക്കുമോ, അതോ ഇനി ആ ക്യാരക്ടർ മൈൻഡ് കൺട്രോൾ മൈൻഡ് കൺട്രോൾ ചെയ്യാനാണ് എന്താണെന്ന് അറിഞ്ഞൂടാ. കണ്ണൊക്കെ ഇങ്ങനെ കറുത്തിരിക്കുന്ന കാണാം. പിന്നെ ഓർഗാനിക് വെബായി കേട്ടാ. അപ്പം എനിക്ക് തോന്നുന്നു സ്പൈഡർമാന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. മറ്റേ വെബ് ഷൂട്ടറാണല്ലോ ഉപയോഗിച്ചോണ്ടെന്ന്. അപ്പം ഓർഗാനിക് വെബായി. എനിക്ക് തോന്നുന്നു മറ്റേ ഇപ്പം സ്യൂട്ടും മറ്റേ അത്ര ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് അല്ലെന്ന് തോന്നുന്നു. നമ്മുടെ ടോണി സ്റ്റാർക്ക് അയൺമാൻ ചെയ്ത മറ്റേ AI പരിപാടികളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ഇത് നമ്മുടെ ഈ ടോം ഹോളണ്ട് സ്പൈഡർമാൻ പീറ്റർ പാർക്കർ തന്നെ ഉണ്ടാക്കിയ സ്യൂട്ടാണ്. മറ്റേ കഴിഞ്ഞ സ്പൈഡർമാനിലെ ലാസ്റ്റ് ഉണ്ടായിരുന്നല്ല, പുതിയ സ്യൂട്ടൊക്കെ റെഡിയാക്കി ഇങ്ങനെ ചാടി വന്നത്. ഇത് മറ്റേ അമേസിങ് സ്പൈഡർമാൻ മറ്റേ ക്ലാസിക് സ്പൈഡർമാൻ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഒരു ഇൻസ്പിറേഷനിൽ ചെയ്ത സ്യൂട്ടാണിത്. അതുപോലെ എനിക്ക് തോന്നുന്നു എന്തായാലും അടുത്തൊരു കംബാക്ക് ആയിരിക്കും മാർവലിന്റെ. കുറെ ரொம்ப നാളായി ചിപ്പിടി പാർത്ത് മാർവൽ. ഭയങ്കര നല്ല എക്സൈറ്റഡ് ആണ്. എന്തായാലും ഒരു പൊളപ്പൻ പടമായിരിക്കും. ജൂലൈ 31 ഇല്ല, അന്ന് തന്നെ പോവാൻ നോക്കണം മാക്സിമം. ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ലേ, ഫോൺ എടുക്കുക ഒരു നിവർത്തി കാണൂല, ഫുള്ള് സ്പോയിലർ പരിപാടിയൊക്കെ ആയിരിക്കും. എന്തായാലും മാർവൽ ഫാൻസിന്റെ ആഗ്രഹമായിരുന്നു പഴയ ഹൽക്കിനെ തിരിച്ച് കാണണമെന്ന്. ഇനി ഹൽക്കിന് സ്പൈഡർമാനെതിരായിട്ടും വരൂല. ഈ ഹൽക്കിനെന്ന് വെച്ചാൽ പ്രാന്തൾ പിടിച്ച ഹൽക്കാണ്. മനസ്സിലായില്ല, പറയണമെന്ന് നേരെ മനസ്സിലാവുന്നില്ല. മറ്റേ സ്മാർട്ട് ഹൽക്ക് കണക്കൊന്നുമില്ല, സംസാരിക്കാൻ പറ്റുമെന്തോ. എന്തായാലും സാവേജ് ഹൽക്ക്, അതായത് മറ്റേ ഭയങ്കര പച്ച കളർ, ഭയങ്കര പച്ചയായിട്ടുള്ള ഹൽക്കൊന്നുമില്ല, കുറച്ച് മങ്ങിയിട്ടുള്ളതാണ് സാവേജ് ഹൽക്ക്. പവർഫുൾ ഹൽക്കാണത് നല്ല. എന്തായാലും ഇവര് തമ്മിൽ ആര് ജയിക്കും കണ്ടറിയാം നമുക്ക്. എന്തായാലും ഇതിൽ വില്ലൻ സ്കോർപ്പിയോൺ, പണിഷർ വില്ലൻ എന്നായിരിക്കും എനിക്ക് തോന്നുന്നില്ല. സ്കോർപ്പിയോൺ വില്ലൻ, പിന്നെ വേറെ ആരൊക്കെ വരും അറിഞ്ഞൂടാ. മറ്റേ മൈൻഡ് കൺട്രോളിന് അതാരും അറിഞ്ഞൂടാ. എന്തായാലും ട്രെയിലർ പൊളിച്ചടുക്കിയിട്ടുണ്ട്. സോ ഗൈസ്, അങ്ങനെ ജൂലൈ 31 കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാം. സോ ഫ്രണ്ട്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതാണ് ട്രെയിലറെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. മറ്റൊരു പുതിയ കാണാം. TK സൈനിങ് ഔട്ട്.